മലയാള സിനിമ സംഭാവന ചെയ്തിട്ടുള്ള കലാകാരന്മാരിൽ ഏറ്റവും കിടപിടിക്കാവുന്ന അപൂർവം ചില ആളുകളിൽ ഒരാളാണ് ശ്രീ സലീം കുമാർ എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം ഓർമ്മിപ്പിക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് നൽകിയതിലാണ്. ഹാസ്യത്തിലൂടെ പച്ചയായ ജീവിതം കൊണ്ടുവരുന്നതിൽ സലീം കുമാർ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം ഒരു അവാർഡുകൾക്കും മുന്നിൽ പോയിട്ടില്ല. അവാർഡുകളെല്ലാം അദ്ദേഹം തേടിയെത്തിയാണ്. ദേശീയ അവാർഡടക്കം അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ കലാകാരന്മാർക്ക് പലർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഭയമാണ് രാഷ്ട്രീയമായിട്ട്. പക്ഷെ എനിക്ക് അഭിമാനം തോന്നുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് ഏത് വേദിയിലും എപ്പോഴും ആരുടെ മുന്നിൽ വെച്ചും പറയാൻ, അഭിമാനത്തോടെ പറയാൻ ആർജവം കാണിക്കുന്ന ഒരാളായിരുന്നു. അക്കണക്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായതും ഏറ്റവും വലിയ നഷ്ടമാണ് സലീം കുമാറിൻ്റെ നിർവ്വഹണത്തിലൂടെ. ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷാൾ വീഴുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം സലീം കുമാർ പങ്കുവെച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും ചിലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം പല സ്ഥലങ്ങളിലും പൊതുജനങ്ങളിൽ ഞങ്ങൾ കാണാറുണ്ട്. വ്യക്തിപരമായി വളരെ അടുത്ത സൗഹൃദമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് നമ്മൾ അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോകുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ അതുല്യ പ്രതിഭയെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിൽ വലിയ ദുഃഖവും പ്രയാസവുമാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പവും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരനായ ഒരു കലാകാരൻ്റെ ഈ നിര്യാണത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ള അഗാധമായ അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.